കൂടെയായിരുന്നു. എന്റെ പാട്ടെങ്കിലും കേൾക്കായിരുന്നു. പ്രശ്നം ജനറേഷൻ ഗ്യാപ്പിന്റെ അല്ല, പിന്നെ അവന് മുഴുത്ത പ്രാന്ത്. പിന്നെയാണ് കൊള്ളാനവൻ. കൊള്ളാം കൊള്ളാം, നല്ലവനാണ് അവൻ. ഇതൊരു ഓർക്കാപ്പുറത്ത് അടിയായിപ്പോയി. ഞാൻ 2 പുഷപ്പ് എടുത്തിട്ടാണ് പോയിരുന്നെങ്കിലേ. അവന്റെ കളർ കിട്ടാനും എന്റെ സംശയമല്ല, ഇവൻ നാട്ടുകാർക്ക് ഈ സ്വഭാവം വെച്ചാണ് പെരുമാറുന്നത്. നാട്ടുകാർക്കൊന്നും അവൻ അങ്ങനെ ആയിരിക്കില്ല. സമയത്തായടാ, കയ്യില് വാച്ചില്ല, ഫോണിരിക്കല്ലേ, അത് നോക്കി പറ. ഫോണും ഇല്ല, പിന്നെ കയ്യിലിരിക്കണത് ഒരു കൊച്ചങ്ങി അല്ല, നിന്റെ വലിയച്ഛന്റെ അമ്പഴങ്ങ. സംഭവം വേറെ ഒന്നുമില്ല. ആരെങ്കിലും ഇവൻ ഇതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ചെന്ന് കയറി കൊടുക്കി. മതം പൊട്ടി ആനയാണ്, കാല് വെച്ചേ ചവിട്ടി പീത്തിക്കളയും. അങ്ങനെയാണെങ്കിൽ നീ തന്നെ പോണം പറഞ്ഞ് മനസ്സിലാക്കാൻ. ഞാനാ ഓടാ, നീ ഒരു പ്രാവശ്യം കൂടെ അവന്റെ ദേഹത്ത് സ്പർശിക്കാതെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. എടാ, ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല, അങ്ങനെയൊക്കെ. ഇതങ്ങ് അമ്മ പോയി പറഞ്ഞാ മതി. മക്കളെ, വയസ്സാം കാലത്ത് കൈ പൊട്ടിയാലേ ഊർ പിടിക്കാൻ കുറെ സമയം എടുക്കും. ഒന്ന് ചെല്ലടാ മക്കളെ, നീ ഈ അച്ഛന്റെ അവിലോസ് മണിയനല്ലേ, ഒന്ന് പോ. എന്റെ മണിയവ ഉടച്ചാല. നിനക്ക് വേണ്ടി 6 അടി മണ്ണ് ഈ വീട്ടിന്റെ മുറ്റത്ത് ഈ അച്ഛൻ ശരിയാക്കാം. ബൈക്കിൽ പെട്രോൾ തീർന്നു, അവസാനം ബൈക്ക് കൊണ്ട് പോയാ. ഈ അച്ഛനാണ് എടുത്ത. അച്ഛൻ എവിടെ? എന്താ നിന്റെ ആക്ച്വൽ പ്രശ്നം? നിനക്കെന്താ പയ്യേ? അപ്പ അടിക്കാവുന്നതല്ലേ? എന്താണ് നിന്റെ മൂക്കത്ത് ഇത്ര ശുണ്ടി? എനിക്കെന്തൊരു ശുണ്ടി? ഇതാണ് ശുണ്ടി. പോടാ പോടാ അവിടെ നിന്ന്. ഒന്നാമത് എന്റെ ടെമ്പർ തെറ്റി നിൽക്കുകയാണ്. ഞാൻ വെച്ച് വാക്കെല്ലാം ശ്രദ്ധിച്ച് കയറ്റി തരുവേ. ഓഹോ, അങ്ങനെയാണെങ്കിലേ കാര്യം എന്താണെന്നറിയാതെ ഈ ചുറ്റും ഒരടി പോലും പുറകോട്ട് വെക്കൂല. എങ്കിൽ ഞാൻ ഒരു മുന്നോട്ട് വെക്കാടാ. ഇങ്ങോട്ട് വെച്ചവനെ. അയ്യപ്പ, അവൻ ചാർജായി. എന്റെ ഊഴം കഴിഞ്ഞു, ഇനി അച്ഛന്റെ ഊഴം. ഡാ, ഹെൽമെറ്റിൽ ഒന്നും കൂടി തരൂടാ. കാര്യമില്ല, ഹെൽമെറ്റിന്റെ ഇടയിൽ കൂടെ അടിക്കാനേ അവനറിയാം. ഇറങ്ങി നീ ആ ഫയർ ആൻഡ് സേഫ്റ്റി ഒന്ന് വിളിച്ചറിയിച്ചേരെ. ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ട്, മതിയാവോ? കൊച്ചു കള്ളി. മഹേഷ്, എന്താ വെച്ചാ? മകളെ, നീ പുറത്തു പോണെങ്കിലേ 2 സ്വിച്ചാപ്പൊക്കെ മാറ്റിക്കൊണ്ട് വരണേ. കഞ്ഞിയുടെ കൂട്ട വേറെ ഒന്നുമില്ല. ഇനി പോവാൻ മക്കൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ പോയിട്ട് വരാം. ജയിക്കും. ഞാൻ ഇതെല്ലാം കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സമ്മതിക്കില്ല. മഹേഷ്, എന്തോന്ന്? അഥവാ ഇനി മക്കൾ കടയിൽ പോകുമ്പോ പപ്പടം കിട്ടിയില്ലെങ്കിലേ അച്ചാറ് വാങ്ങിച്ചോണ്ട് വരണേ. അച്ചാറ് കഞ്ഞിക്ക് ബെസ്റ്റാണ്. ഇനിയിപ്പം മക്കൾക്ക് പോവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛൻ പോയി 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 കയ്യിൽ നിന്നെല്ലാം പോയി ചെയ്യും. അച്ഛൻ ഈ കൗൺസിലിംഗ് ഒക്കെ അവന് ഏക്കോ? ഏറ്റാ കൊള്ളാം, ഏറ്റില്ലെങ്കിലാ? ഏറ്റിലേക്ക് വന്നിട്ട് കൊള്ളും. മഹേഷ്, ക്രോധമുണ്ടാകുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് മറ്റുള്ളവരുടെ മേൽ പ്രകടിപ്പിക്കുന്നത് തെറ്റാണ്. ഉദാഹരണം, ഞാൻ നിന്നെ ഒന്ന് തൊട്ടു, ക്രോധം വന്നോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് ഞോണ്ടി, ക്രോധം വന്നോ? ഇല്ല. എങ്കിൽ ഞാൻ നിന്നെ ഒന്ന് അടിച്ചു, ഇപ്പൊ ക്രോധം വന്നോ? ആസ്മ ഉണ്ടല്ലേ, ഇൻഹേലർ വലിച്ചാൽ മതി. വലിക്കാം. ആര് വലിക്കും? നീ വലിക്കും. ക്രോധത്തിന്റെ കാര്യത്തില് തീരുമാനമായി. പട്ടിക്കാലം പുറകെ ഉണ്ട്. കൗൺസിലറെ, ക്രോധം കുറച്ചെങ്കിലും കുറഞ്ഞ കുറഞ്ഞ ക്രോധ കുപ്പിയിലാക്കി അടിച്ച് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോ കൊണ്ട് കളഞ്ഞാ മതി.
ഇനി വേറെ ഒന്നും നോക്കാനില്ല. ജലജെ, നീ ആ പഴയ നീ ആവണം. യെസ്, തുമാരാ ടൈം ആ ഗയാ. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet. Damn, ain't that great. മഹേഷ് എന്ന് വിയർക്കും. നിനക്ക് അവളെ നൽകിയിട്ടുണ്ടല്ലേ? പിന്നെ അച്ഛനാ, നീക്ക് ഭൂമിയോട്ട് പറഞ്ഞതിന് മുമ്പ് ഞാൻ ചേർന്ന് അവളെ ഏരാ. അമ്മ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ. പോയില്ലെങ്കിൽ അവന്റെ ഒരു അമർക്കം. അച്ഛാ, അച്ഛൻ എത്ര സുരാപ്പുള്ള വാങ്ങിക്കാനുള്ള ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഓ, അപ്പൊ മക്കൾക്ക് പപ്പടത്തിന്റെ കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. ബൈക്കിൽ പോകാൻ പറ്റൂല, ബൈക്കിന്റെ പെട്രോളേ തീർന്നിരിക്കുകയാണ്. അമറണ, ജലജെ. ഒന്നുമില്ല, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അമ്മ കലക്കി. തോന്നിവാസം കാണിക്കുന്ന എല്ലാവർക്കും ഇനി മുതൽ ഇത് വെച്ചായിരിക്കും പ്രയോഗം. ഓ നോ, ഏതോ ഗുരു